അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സജീവ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി പഠിപ്പിക്കുന്നത് എപ്പോഴും അക്ഷരവും അക്ഷരത്തിൻ്റെ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ ഉച്ചാരണമാണ്. മഖാരിജ് എന്നും അറബിയിൽ പറയും. മഖാരിജ് എന്ന് പറഞ്ഞാൽ അക്ഷരം പുറത്തു വരുന്ന വായയിലെ സ്ഥാനങ്ങൾ എന്നാണ് അർത്ഥം. അറബിയിലെ 28 അക്ഷരങ്ങളാണുള്ളത്. ആ അക്ഷരങ്ങൾ ആദ്യം പറയാം. ഹംസ, ബ, ത, ഥ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റ, സ, സീൻ, ഷീൻ, സ്വാദ്, ضاد, ط, ظ, ഐൻ, ഗൈൻ, ഫ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, വാവ്, ഹ, യ. ഇവയെ ഉച്ചരിക്കാൻ പഠിക്കാൻ നമ്മൾ അക്ഷരത്തിന് സുക്കൂനിട്ട് അതിന് മുമ്പിൽ ഒരു ആ ചേർത്തുകൊണ്ട് പറഞ്ഞാണ് പഠിക്കാറ്. അപ്പം അത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. അതിൽ ഹംസക്ക് ആ എന്നുള്ള ശബ്ദമായതുകൊണ്ട് അത് പ്രത്യേകിച്ച് പഠിക്കാൻ വേറെ വിധത്തിൽ സാധിക്കുന്നില്ല. ആ എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. ബാക്കിയുള്ള അക്ഷരങ്ങൾ അബ്, അത്, അഫ്, അജ്, അഹ്, അഖ്, അദ്, അദ്, അർ, അസ്, അസ്, അഷ്, അഫ്, അബ്, അത, അദ്, അ, അഗ്, അഫ്, അഖ്, അക്, അൽ, അം, അൻ, ഔ, അഹ്, ഐ. ഇങ്ങനെയാണ് അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇതിൽ 5 അക്ഷരങ്ങൾക്ക് സുക്കൂന് വരുമ്പോൾ കൽക്കല ചെയ്യണം, അല്ലെങ്കിൽ വിറപ്പിച്ച് പറയണം. ഒന്ന് ആ തർത്തീബിൽ പറഞ്ഞാൽ ബ, ജീം, ദാല്, ത്വ, ഖ. അതിന് സുക്കൂന് എന്ന അബ്, അജ്, അത്, അത്വ, അഖ് എന്ന് പറയണം. പിന്നെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അല്ലെങ്കിൽ ഹലക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 അക്ഷരങ്ങൾ പഠിക്കാനുണ്ട്. അത് ഇതേ ഓർഡറിൽ പറയുകയാണെങ്കിൽ ഹംസ, ഹ, ഖ, ഐൻ, ഗൈൻ, ഹ. പക്ഷെ അത് നമ്മൾ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഓർഡർ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ എന്ന് പഠിക്കേണ്ടതാണ്. പിന്നെ ഉള്ളത് സ്ട്രോങ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ കനം കൂടിയ അക്ഷരങ്ങളാണ്. അത് 7 അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങളുടെ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഖ, സ്വാദ്, ضاد, ط, ظ, ഖാഫ്. സാധാരണ പഠിപ്പിക്കാറ് പിന്നെ ഗൈനും സാധാരണ പഠിപ്പിക്കാറ് ഖാഫ്, സ്വാദ്, ضاد, ط, ظ, ഗൈൻ, ഖ എന്നുള്ള തർത്തീബിലാണ്. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്.